നമസ്കാരം. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന എനർജി ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിനും റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗവൺമെൻറ് റീസെൻ്റ്ലി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ് യോജന എന്ന പദ്ധതി. പ്രധാനമന്ത്രി സൂര്യോദയ് യോജന പദ്ധതി പ്രകാരം 1 കോടിയിലേറെ വീടുകളിൽ സോളാർ റൂഫ് ടോപ്പ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം സെൻട്രൽ ഗവൺമെൻറ് നൽകും. ഇതുവഴി മിഡിൽ ക്ലാസിൻ്റെയും ലോവർ മിഡിൽ ക്ലാസിൻ്റെയും ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കാനും കൂടാതെ എനർജി പ്രൊഡക്ഷനിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനും സാധിക്കും. നിലവിൽ 7 മുതൽ 8 ലക്ഷത്തോളം വീടുകളിലാണ് സോളാർ റൂഫ് ടോപ്പ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതുവഴി 4 ജിഗാവാട്ടോളം സോളാർ എനർജി ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ 25 ജിഗാവാട്ടായി ഉയർത്തുക എന്നുള്ള ടാർഗറ്റാണ് ഗവൺമെൻറ്റിന് മുന്നിലുള്ളത്. 2032 ഇന്ത്യയുടെ ടോട്ടൽ പവർ ജനറേഷൻ്റെ 25% റിന്യൂവബിൾ സെക്ടറിൽ നിന്നായിരിക്കണം എന്നുള്ള ഒരു നിഷ്കർഷതയും ഗവൺമെൻറ്റിനുണ്ട്. ഈ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ള മുൻവിധിയോട് ഈ ടാർഗറ്റുകളെല്ലാം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം റീസെൻ്റ്ലി ഗവൺമെൻറ് പ്രധാനമന്ത്രി സൂര്യോദയ് യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ഇനി പ്രധാനമന്ത്രി സൂര്യോദയ് യോജന എന്ന പദ്ധതിയുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് IREDA, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്ന് 183 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 40,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 32.82. സ്റ്റോക്ക് 32 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതും അതിനുശേഷം 5 ഇരട്ടി റിട്ടേൺ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകിയതുമായ റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. കമ്പനി റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് നൽകുന്നത്. റീസെൻ്റ്ലി ഇറേഡ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി ഇയർ ഓൺ ഇയറിൽ 67% പ്രോഫിറ്റ് ഗ്രോത്തും 44% റവന്യൂ ഗ്രോത്തും കൈവരിച്ചു. കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 868 കോടിയിൽ നിന്നും 1252 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 400 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 88% നിന്നും 92% ഉയരുകയും എബിറ്റ 51% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇറേഡ എന്ന കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ 88 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ നിന്നും 1 രൂപ 38 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഉയർന്നു. NBFC കമ്പനി ആയതുകൊണ്ട് കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിലും ഇംപ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നു. ഗ്രോസ് NPA 4.24% നിന്നും 2.9% ഇടിയുകയും നെറ്റ് NPA 2.03% നിന്നും 1.52% ഇടിയുകയും ചെയ്തു. കൂടാതെ കമ്പനിയുടെ ലോൺ ബുക്കിൽ 33.5% വളർച്ച ഇയർ ഓൺ ഇയറിൽ കമ്പനി കൈവരിക്കുകയും ചെയ്തു. 40,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ROE 15.4%, ROCE 8.17%. ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 285 കോടിയിൽ നിന്നും 336 കോടിയിലേക്കാണ് ഉയർന്നത്. ഇയർ ഓൺ ഇയറിൽ 201 കോടിയിൽ നിന്നും 336 കോടിയിലേക്ക് ഉയർന്നു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 14%, പ്രോഫിറ്റ് ഗ്രോത്ത് 59%, ROE 15%. പ്രൊമോട്ടേഴ്സിന് 75%, FISന് 1.8%, DISന് 4.3%, പബ്ലിക്കിന് 18.7% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 125, 100 തുടങ്ങിയ 2 സപ്പോർട്ടുകളാണ് പ്രധാനമായും കാണുന്നത്. ഇനി പ്രധാനമന്ത്രി സൂര്യോദയ് യോജനയുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്കാണ് അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. മുമ്പ് അദാനി ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന കമ്പനി ഇപ്പോൾ അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്റ്റോക്ക് 1095 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കൂടുതൽ റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ആവുകയാണെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന സോളാർ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം അത്യാവശ്യമാണ്. ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അദാനി ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന കമ്പനി. ROE 11.6%, ROCE 10.2%. കമ്പനിയുടെ PE 92.8, 52 വീക്ക് ഹൈ 2800, 52 വീക്ക് ലോ 630. സ്റ്റോക്ക് 1094 ട്രേഡ് ചെയ്യുന്നു. പ്രൊമോട്ടേഴ്സിന് 73.2% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 17.4% സ്റ്റേക്ക് ഹോൾഡിംഗ്, DISന് 3.8%, പബ്ലിക്കിന് 5.46% സ്റ്റേക്ക് ഹോൾഡിംഗ്. അദാനി എനർജി സൊല്യൂഷൻസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1050 രൂപ പ്രധാന സപ്പോർട്ടും 1200 രൂപ റെസിസ്റ്റൻസുമാണ്. സ്റ്റോക്ക് ഈ റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭ്യമാകുന്നു. പ്രധാനമന്ത്രി സൂര്യോദയ് യോജനയുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്കാണ് ബോറോസിൽ റിന്യൂവബിൾ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനി ഫോട്ടോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് കമ്പനിയാണ്.
ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് പോലുള്ള പ്രോജക്റ്റുകളുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനി. ഒരു സമയത്ത് 850 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 400 രൂപ വരെ ഇടിയുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരികയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് 582 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 400 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് ഉയർന്നാൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ ലഭിക്കും. അവസാന സ്റ്റോക്ക് SJVN എന്ന സ്റ്റോക്കാണ്. SJVN എന്ന സ്റ്റോക്കും സോളാർ എനർജി പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് 107 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 100, 95 തുടങ്ങിയ ലെവലുകളാണ് സപ്പോർട്ട്. ഇതുകൂടാതെ ടാറ്റ പവർ, NHPC തുടങ്ങിയ സ്റ്റോക്കുകൾക്കും പ്രധാനമന്ത്രി സൂര്യോദയ് യോജനയുടെ ബെനിഫിറ്റ് ലഭിച്ചേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്